ദേവീ ശരണം അമ്മേ. മേലേ മേലേ പയോധൗ തിരനിരയതുപോൽ ഗദ്യപദ്യങ്ങളോർത്തും കാലേ കാലേ ഭവിപ്പാൻ ജഗമതിലൊളിയായി ചിന്നിടും തേൻകുഴമ്പേ. ബാലേ ബാലേ മനോജ്ഞേ പരിമൃദുലതനോ യോഗിമാർ നിത്യമുണ്ണും പാലേ ലീലേ വസിക്കൻ മനസ്സി സുഹൃതസന്താനവല്ലി സുചില്ലി. മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. അഷ്ടമസ്കന്ധത്തിലെ സപ്തമ അധ്യായമാണ് ഇന്നു മുതൽ അവലോകനം ചെയ്യാൻ തുടങ്ങുന്നത്. മഹാമായാവർണ്ണനമാണ് ഇവിടെ നാരായണ ഋഷി നാരദന് ഉപദേശിച്ചു കൊടുക്കുന്നത്. ശ്രീനാരായണ ഉവാച ഗിരിമേരും തു ദ്യൗജാഷ്ടാദശയോജനൈ സഹസ്രൈരായതൗജോദ്വിസഹസ്രം പൃഥുച്ഛകൗ. മേരുപർവ്വതത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് 11,000 യോജന വടക്കോട്ട് നീളവും 2,000 യോജന ഉയരവും അത്ര തന്നെ വണ്ണവും വരുന്ന 2 പർവ്വതങ്ങളുണ്ട്. ജഠരമെന്നും ദേവകൂടമെന്നും പേരുള്ള ഈ 2 ഉത്തമ പർവ്വതപംക്തികൾ മേരുവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുണ്ട്. 2 പർവ്വതങ്ങൾ പവമാനനും മറ്റൊന്ന് പാരിയാത്രനും. മുൻപ് പറഞ്ഞ ഗിരികൾക്കുള്ളത് അത്രയും വലിപ്പം ഇതിനുമുണ്ട്. മേരുവിൻ്റെ തെക്കുഭാഗത്തായിട്ടാണ് വിഖ്യാതമായിട്ടുള്ള കൈലാസവും കരവീരകവും സ്ഥിതി ചെയ്യണത്. കിഴക്കോട്ട് നീണ്ടുകിടക്കുന്ന 2 പർവ്വത പ്രമുഖങ്ങളാണ് ഇവ രണ്ടും. ഇപ്രകാരം മേരുവിൻ്റെ വടക്കുഭാഗത്തുമുണ്ട് 2 പർവ്വതങ്ങൾ, ത്രിശൃംഖവും മകരവും. ഇങ്ങനെ 8 പർവ്വത പംക്തികളാൽ ചുറ്റപ്പെട്ടതാണ് സുമേരു പർവ്വതം. ആ കാഞ്ചനഗിരി ആദിത്യനെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. മേരുശിഖരത്തിന് മധ്യത്തിലായി 10,000 യോജന വിസ്താരത്തിൽ പങ്കജോത്ഭവനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ പുരം സ്ഥിതി ചെയ്യുന്നു. സമാന ചതുരാകൃതിയിലുള്ള ബ്രഹ്മാവിൻ്റെ ആ പുരം സുവർണമയമാണ് എന്ന് ബ്രഹ്മജ്ഞാനികളും മഹാത്മാക്കളുമായ ജനങ്ങൾ പറയുന്നുണ്ട്. ആ പുരത്തെ ലക്ഷീകരിച്ച കിഴക്ക് തുടങ്ങി ദിക്കുകളിലായി 8 ലോകപാലകന്മാരുടെയും വിശിഷ്ടവും സുവർണ നിർമ്മിതവുമായ വിഭിന്ന പുരങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓരോ ദിക്പാലകന്റെയും ശരീരത്തിൻ്റെ നിറമെന്തോ അതാണ് അദ്ദേഹത്തിൻ്റെ പുരത്തിൻ്റെയും നിറം. 2500 യോജന ചുറ്റളവിലാണ് ഓരോ പുരവും നിർമ്മിച്ചിരിക്കുന്നത്. 8 ദിക്പാലകന്മാരുടെയും ബ്രഹ്മാവിൻ്റെയും ഉൾപ്പെടെ 9 പുരങ്ങളുണ്ട് ആകെ. മനോവതി, അമരാവതി, തേജോവതി, സംയമനി, കൃഷ്ണാംഗന, ശ്രദ്ധാവതി, ഗന്ധവതി, മഹോദയ, യശോവതി. ഇതാണ് യഥാക്രമം ബ്രഹ്മാവിൻ്റെ മനോവതി, അടുത്തതായിട്ട് ഇന്ദ്രൻ, അമരാവതി, വന്നി അഥവാ അഗ്നിയുടെ തേജോവതി, അങ്ങനെ യഥാക്രമം 8 ദിക്പാലകന്മാരുടെ പുരങ്ങളുടെ പേരുകളെയാണ് ഇവിടെ പറഞ്ഞത്. ആ മൂർധാവിൽ തന്നെ മഹാബലിയുടെ യജ്ഞത്തിൽ വാമനരൂപത്തിൽ ചെന്ന് ത്രിവിക്രമനായി തീർന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ ഇടതുകാലിലെ പെരുവിരൽ നഖം കൊണ്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ മൂർധാവിലുണ്ടായ കുഴിയിൽ കടന്ന് ദ്യോവിൻ്റെ മൂർധാവിൽ അവതരിച്ച ഗംഗാനദി സകല
ലോകങ്ങളുടെയും പാപത്തെ ഇല്ലാതാക്കുന്ന പുണ്യ ജലവാഹിനിയാണ്, പുണ്യ നദിയാണ് എന്ന് അവിടെ ആകാശഗംഗയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് അവിടെ സൂചിപ്പിച്ചു. ഈ നദിയാണ് ലോകവിശ്രുതമായ സാക്ഷാൽ വിഷ്ണുപതി. 1000 യുഗങ്ങളായിരിക്കണു ദേവനദി പ്രമുഖയായിട്ടുള്ള ഗംഗാദേവി ദ്യോവിൻ്റെ മൂർധാവിൽ എത്തിയിട്ട്. ആ ദേവി അങ്ങനെ ദീർഘകാലം നിന്നിരുന്ന സ്ഥാനമാണ് വിഷ്ണുപദം എന്ന പേരിൽ 3 ലോകത്തിലും പ്രകീർത്തിക്കപ്പെടുന്നത്. ഉത്താനപാദന്റെ പുത്രനും പരമസാത്വികനുമാണ് ധ്രുവൻ. ഭഗവൽ പാദപത്മങ്ങളിലെ രജസ് അണിഞ്ഞുകൊണ്ട് ആ രാജർഷി ഇന്നും വിഷ്ണുപദമെന്ന് പ്രകീർത്തിതമായിട്ടുള്ള അത്യുന്നപദത്തിൽ വിരാജിക്കുന്നുണ്ട്. ഗംഗാപ്രവാഹത്തിൻ്റെ മഹിമയെക്കുറിച്ചറിയാവുന്ന മഹായശന്മാരായ സപ്തർഷികൾ സർവ്വലോകങ്ങൾക്കും ഇതം ആഗ്രഹിക്കുന്നവരായി ഈ വിഷ്ണുപദത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. തപസ്സു ചെയ്യുന്നവർക്ക് ആത്യന്തിക ലക്ഷ്യമായ മോക്ഷം നൽകുന്നത് ഈ ഗംഗയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഋഷിവര്യന്മാരെല്ലാം അവരുടെ ജടാജൂഢങ്ങളോടുകൂടി തന്നെ ഈ നദിയിൽ നീരാടുന്നുണ്ട്. പിന്നീട് ഗംഗ വിഷ്ണുപദം വെടിഞ്ഞ് അനേകായിരം കോടി വിമാനങ്ങൾ നിറഞ്ഞ ദേവമാർഗത്തിൽ കടന്ന ചന്ദ്രമണ്ഡലത്തിലെ ആകെ നനച്ചുകൊണ്ട് ബ്രഹ്മലോകത്ത് വന്നു ചേരുന്നു. അപ്പോൾ ബ്രഹ്മലോകത്ത് വെച്ച് 4 പ്രവാഹങ്ങളായിത്തീരുന്ന 4 നാമങ്ങളോടുകൂടിയ ആ ദേവി 4 ദിക്കുകളിലേക്കും പ്രവഹിക്കുന്നുണ്ട്. നദികളുടെയും സരിത്തുകളുടെയും പതിയായ സമുദ്രത്തെ തന്നെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ 4 നദികളുടെ പേരാണ് സീത, അളകനന്ദ, ചക്ഷു, ഭദ്ര എന്നാണ് ഈ 4 നദികളായി വിഭജിച്ച ആകാശഗംഗയുടെ 4 പേരുകൾ. സ്വർഗലോക നദിയായിട്ടുള്ള സീത ബ്രഹ്മലോകത്ത് നിന്നൊഴുകി സുമേരുവിൻ്റെ കേസരം പോലെ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളുടെ ശിഖരത്തിൽ വീണ ഒഴുകുന്നു. പാപഹാരിണിയായിട്ടുള്ള ഗംഗ പിന്നെ ഗന്ധമാദന പർവ്വതത്തിൻ്റെ ശിരസിൽ പതിച്ച് ഭദ്രാശ്വവർഷത്തിലൂടെ ഒഴുകി കിഴക്ക് ഭാഗത്തെത്തി ക്ഷാരസമുദ്രത്തിൽ പതിക്കുന്നു. ആ ദിവ്യ നദി ദേവപൂജിതയാണ്. മാല്യവാന്റെ ശൃംഗത്തിൽ നിന്നാണ് രണ്ടാമത്തേതായ ചക്ഷു എന്ന് പറഞ്ഞ നദി പുറപ്പെടുന്നത്. ആ നദി കേതുമാലം എന്ന വർഷത്തിലൂടെ അതിവേഗം ഒഴുകി പടിഞ്ഞാറ് ഭാഗത്തെത്തി സരിത്പതിയായ സമുദ്രത്തിൽ വീണു. ആ ഗംഗയും ദേവപൂജിതയാണ്. ഹേ നാരദ, 3ാമത്തെ പ്രവാഹമായ പേരുകേട്ട അളകനന്ദ എന്ന പുണ്യനദി ബ്രഹ്മലോകത്ത് നിന്ന് തെക്കോട്ടൊഴുകി വനങ്ങളും പർവ്വതങ്ങളും കടന്ന് ഹേമകൂട പർവ്വതത്തിൽ എത്തുന്നു. അവിടെ നിന്ന് പുറപ്പെട്ട അതിവേഗം കൈക്കൊണ്ട് ഭാരതത്തിലെത്തുന്നു. ആ ഉത്തമ ജലപ്രവാഹം ദക്ഷിണ സമുദ്രത്തിൽ വീണു. അതിൽ സ്നാനം ചെയ്യുന്നതിന് പോകുന്ന മനുഷ്യർക്ക് ഓരോ ചുവടുവയ്പിലും രാജസൂയം, അശ്വമേധം എന്നീ യാഗങ്ങളുടെ ഫലവും ലഭിക്കുന്നുണ്ട്. ഇനിയുള്ളത് 4ാമത്തെ പ്രവാഹമാണ്. അത് ശൃംഗവാനിൽ നിന്ന് പുറപ്പെടുന്നു. ഭദ്ര എന്നു പേരുള്ള നദി ഒഴുകി ഉത്തര ഒരു പ്രദേശത്തെ നനച്ചുകൊണ്ട് ഉത്തര സമുദ്രത്തിൽ പതിക്കുന്നു. ത്രൈലോക്യത്തെയും പാവനമാക്കുന്നതാണ് ആ ഗംഗാപ്രവാഹം. മേരുപർവ്വതത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒട്ടേറെ വൻനദികളും ചെറുനദികളും രാജ്യം തോറും വേറെയുമുണ്ട്. ഇവിടെ കർമ്മക്ഷേത്രം എന്ന് പറയുന്ന ഭാരതത്തെ മാത്രമാണ്. മറ്റുള്ള 8 രാജ്യങ്ങളും ഭൂമിയിൽ സ്വർഗീയ ഫലങ്ങൾ നൽകുന്നവ മാത്രമാണ്. സ്വർഗവാസികൾക്ക് പുണ്യശേഷം അനുഭവിക്കാനുള്ള ഇടങ്ങൾ മാത്രമാണ് അതെല്ലാം. അവിടെയുള്ള ജനങ്ങൾക്ക് 16,000 വർഷമാണ് ആയുസ്. വജ്ര കഠിനമായ അവയവങ്ങളുള്ളവരും ദേവതുല്യരുമാണ് അവരെല്ലാം. 10,000 ആണകളുടെ കരുത്തുണ്ട് ഓരോ മനുഷ്യനും. ഓരോരുത്തരും ഭാര്യരുമായിട്ട് അവിടെ സുഖമായിട്ട് വസിക്കണു. ആയുസ്സൊടുങ്ങുന്നതിന് 1 വർഷം മുമ്പ് മാത്രമാണ് സ്ത്രീകൾ ഗർഭം ധരിക്കുക. അത്രയും കാലം അവർ യുവതികളായി തന്നെ കഴിയണു. ത്രേതായുഗത്തിന് തുല്യമായ കാലമാണ് അവിടെ എന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ
ഭൂഗോള